ഇതാണ് നമ്മുടെ പ്ലാൻ വരുന്നത്. അതെ അതെ. ഗ്രൗണ്ട് ഫ്ലോർ മാത്രമല്ല, ഫസ്റ്റ് ഫ്ലോർ ഇല്ല. ഫസ്റ്റ് ഫ്ലോർ ആണ് ഇപ്പുറത്തുള്ള താഴത്തേക്ക്. അത് ഫസ്റ്റ് ഫ്ലോർ ആണ്. പക്ഷെ ഇതിന്റെ ബാത്റൂം ഞാൻ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞത് ഈ ബാത്റൂം കണ്ടോ ഈ സൈഡാക്കി എടുക്കണത്. അല്ല, ഇത് താഴെ രണ്ടും ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം ഇതേക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. ഇത് ഗ്രൗണ്ട് ഫ്ലോർ, ഇത് ഫസ്റ്റ് ഫ്ലോർ അല്ലേ? ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ ഓക്കെ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ടിൽ നമ്മൾ നേരെ വരുന്നത് ലിവിങ്ങിലേക്കാണ് വരുന്നത്. ലിവിങ്ങിന്റെ ഇവിടെ നമുക്ക് അതിനുശേഷം ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, ടോട്ടല് 2 ബെഡ്റൂം, 2 ബാത്റൂം. ഇത് ഏത് പൊസിഷനാ? പാഷ്യോ. ഓക്കെ. ഇതോ? അത് പുറത്തുനിന്നുള്ള ഏതാ നോക്കട്ടെ, ഒന്നുകൂടെ നോക്കിക്കേ. ഇത് അത് പുറത്തുനിന്ന് ടോയ്ലറ്റ്. പുറത്തുള്ള ടോയ്ലറ്റ്. അതായത് നമ്മൾ ഇതിപ്പോ 2 അറ്റാച്ച്ഡ് ബാത്റൂം ആണല്ലോ റൂമില്. അപ്പോ പുറത്തുനിന്ന് നമ്മൾ അറിയാത്ത ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടി അങ്ങനെ പുറത്തേക്ക് ഒരു ബാത്റൂം ഇട്ടതാണ്. ഓക്കെ, പുറത്തേക്ക് ഒരു ബാത്റൂം ഇട്ടതാണ്. ഓക്കെ, ശരി. പൂജ റൂം ഒന്നുമില്ല? അല്ല, ആ കോണി സ്റ്റെപ്പിന് അടിഭാഗം കണ്ടോ? കോണി സ്റ്റെപ്പിന്റെ താഴെ അതാണ് നിസ്കാർ റൂം. അതാണ് നിസ്കാർ റൂം. അത് സെപ്പറേറ്റ് ആക്കണോ അതോ? ഈ കോണി സ്റ്റെപ്പ് നമ്മൾ ഇങ്ങോട്ടല്ല, കോണി സ്റ്റെപ്പ് അപ്പുറത്തേക്കാട്ടോ. അതും കൂടി അങ്ങോട്ട് മാറ്റാണ്ട്. പ്ലാനിൽ ചേഞ്ച് ഉണ്ടോ? അതായത് പ്ലാൻ അല്ല, ഈ കോണി സ്റ്റെപ്പ് ഇപ്പൊ ഈ ടിവിന്റെ ഈ ഭാഗമല്ലേ നിൽക്കുന്നത്. അത് നേരെ ഇപ്പൊ റൈറ്റ് സൈഡിലേക്കാണ് കയറി പോകുന്നത്. ശരിക്കും അത് ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് കയറേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് കയറേണ്ടത്. ഇത് നേരെ അപ്പുറത്താവും. ഓക്കെ, നേരെ അപ്പുറത്തേക്ക് പോകും. ഓക്കെ. അപ്പൊ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഇനി ഫസ്റ്റ് ഫ്ലോർ നോക്കാം. ഫസ്റ്റ് ഫ്ലോർ ഓപ്പൺ ടെറസ് ആണല്ലേ? അത് ഓപ്പൺ. ഓക്കെ. പിന്നെ മേലെ 2 റൂം ഉണ്ട്. മേലത്തെ 2 റൂമില് ഈ ബാത്റൂം ഉണ്ടോ? നിങ്ങളിപ്പോ നീക്കിയാണ്ടോ ഈ ബാത്റൂം വരുന്നത്? ഈ ബാത്റൂം നേരെ അപ്പുറത്താണ് വരേണ്ടത്. കാരണം താഴത്തത് എങ്ങനെയാണോ അതേപോലെ അല്ലേ മേലെ വരിക. അപ്പുറത്താന്ന് വെച്ചാ ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങളത് നേരെ ആ റൂമിന്റെ സൈഡിലോട്ട് പോകും. നിങ്ങൾ ഇപ്പൊ ഈ റൂമും നിങ്ങൾ താഴത്തെ ഫ്ലോറിലെ റൂമും കൂടി നോക്കി നോക്കിയ വ്യത്യാസം കണ്ടോ? ബാത്റൂമിന്റെ വ്യത്യാസം കണ്ടോ? കേട്ടോ, ഇങ്ങനെയാണ് ആ മേലെ വരേണ്ടത്. പക്ഷെ ഇതില് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം നമ്മൾ കൂട്ടുകാർ വരച്ചതായിരുന്നു. നമ്മളവിടെ പോയി ഇരുന്നിട്ട് വരയ്ക്കാനാണ് നമ്മൾ ഒഴിവിനായിട്ടനുസരിച്ച്. അപ്പൊ അത് അങ്ങോട്ട് കൂടി തിരിക്കാൻ മറന്നു പോയതാണ്. ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് ഇല്ല? ഫസ്റ്റ് ഫ്ലോറിൽ ലിവിംഗ് ആയിട്ട് ഇപ്പൊ ഒന്നും കൂടി നമ്മളിപ്പോ എങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ല, നമ്മള് സ്റ്റെപ്പ് കയറി വരുന്നത് എപ്പോഴും ഒരു ലിവിങ്ങിന്റെ സ്പേസിലേക്കായിരിക്കും വരുന്നത്. അവിടെ ചിലപ്പോ സോഫയൊക്കെ ഉണ്ടാവും. അവിടെ നിന്നായിരിക്കും നമ്മൾ മറ്റിടങ്ങളിലേക്ക് പോകുക. അതാ ചോദിച്ചത്. അപ്പൊ നമുക്ക് അതില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇതിപ്പോ എന്ന് വെച്ചാൽ മറ്റൊരു സംഭവമാണ്. ഇത് ഈ മേലെ നിന്ന് നോക്കി ലിവിംഗ് റൂമിൽ ഇപ്പോൾ ആരെങ്കിലും വന്ന് മേലെ നിന്ന് ആൾക്കാർ നോക്കി കഴിഞ്ഞാൽ മേലെ നിന്ന് നോക്കിയാൽ ലിവിംഗ് റൂം കാണണം. ആ രൂപത്തിൽ അത് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ശരി. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കിടക്കാം. ഇതിന് പ്രത്യേക സജഷൻസ്. ഈ കിച്ചൺ എങ്ങനെയാ? ഓപ്പൺ കിച്ചൺ ആണോ? ഓപ്പൺ കിച്ചൺ ആണത്. ഓക്കെ, ഓപ്പൺ കിച്ചൺ ആണ്. ഇവിടെ വർക്ക് ഏരിയ വരുന്നു അല്ലേ? വർക്ക് ഏരിയ. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ വർക്ക് ഏരിയ ഫുള്ളായിട്ട് ഈ നടുവത്തെ മതിലുണ്ടോ നിങ്ങള്? കെട്ട് ഹാഫ് തന്നെ മതി. സാധാരണ ഹൈറ്റ് തന്നെ മതി. പക്ഷെ മറ്റേ കിച്ചണ് നമുക്ക് എന്ത് ചെയ്യാം, അത് നേരെ തിരിച്ച് ഇടുന്നോണ്ട് കുഴപ്പമുണ്ടാവോ? അതായത് ഈ സ്ഥാനത്തിന് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂവിനെ പറ്റി അറിയോ നമുക്ക്? ഈ കത്തിക്കൽ ഇപ്പൊ നേരെ അങ്ങോട്ടല്ലേ ഇപ്പൊ നിൽക്കേണ്ടി വരിക? ആ 3 പോയിന്റ് കണ്ടോ? അതിപ്പോ നമ്മൾ അവിടെ നിന്നിട്ടാണ് കത്തിക്കുക അല്ലെ? അത് നേരെ ഈ വാതിലിൽ അവിടെ നിന്ന് കത്തിക്കാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസമൊക്കെ ഉണ്ടോ? നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല. ഈ ഏതെങ്കിലും കാരണന്മാർ വന്നു കഴിഞ്ഞാൽ തലവേദന നമുക്ക് തരുമ്പോഴേ. നമുക്ക് വാസ്തുപ്രകാരമാണ് നമ്മൾ ഇപ്പോഴും നോക്കുന്നത്. അതായത് അല്ല, ഇതിപ്പോ നമ്മൾ അങ്ങനെ ചെറുതായിട്ട് നോക്കി. അതായത് നമ്മൾ ഫുള്ളായി നമുക്ക് വീണിട്ടില്ല. എന്നാലും ഒരു വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ശരിക്കും വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർ പോർച്ചാണ് നമ്മൾ ഫസ്റ്റ് റൂം വരിക. നമ്മളവിടെ കാർ പോർച്ച്, മറ്റേ കന്നിമൂല ഭാഗത്ത് കാർ പോർച്ചും അതിന്റെ ബാക്ക് സൈഡാണ് നമ്മൾ റൂമും കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ആ കാർ പോർച്ചിങ് വരുന്നത് കന്നിമൂലയാണ്. പക്ഷെ അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? റൂമല്ല, കാർ പോർച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ വർക്ക് ഏരിയയുടെ കാര്യം നമുക്ക് വർക്ക് ചെയ്യുമ്പോഴേക്കും, അതായത് നമുക്കത് സ്ട്രക്ചർ ആവുമ്പോഴേക്കും നമുക്ക് ഒന്ന് നോക്കിയിട്ട് നമുക്ക് അത് വെച്ച് ചെയ്യാം. അതായത് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. അത് സ്ട്രക്ചർ ആക്കാം നമുക്ക്. എന്നിട്ട് നമുക്കത്
അല്ലാതെ ഇത് ജസ്റ്റ് റായിലിംഗ് ഇത് നോക്കാം. അതെ 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 അതെ. ഓക്കെ. ഇനി ബാക്കിയുള്ള ഏരിയയില് ഇപ്പോൾ ബാക്കിയെല്ലാം ഫർണിച്ചറൊക്കെ നോർമൽ ഫർണിച്ചർ അല്ല, നമ്മൾ പ്രീമിയം നോക്കുന്നുണ്ടോ? അതായത് പ്രീമിയം എന്ന് വെച്ചാൽ സീലിംഗ്, പ്രീമിയം ലുക്ക്, ലിവിങ് ഫർണിച്ചേഴ്സ് ഒക്കെ പ്രീമിയം ആണോ അതോ നോർമൽ ആണോ? എങ്ങനെ ബഡ്ജറ്റ് ഒക്കെ എങ്ങനെ വരും? പ്രീമിയം ആകുമ്പോഴേക്കും കുറച്ച് ബഡ്ജറ്റ് കയറും. നോർമൽ ആണെങ്കിൽ നമുക്ക് ഇതായിട്ട് നോർമൽ ബഡ്ജറ്റ് നിൽക്കും, നമ്മുടെ കയ്യിൽ നിൽക്കും. നമുക്ക് ഒരു നോർമൽ ഫർണിച്ചേഴ്സ് ഒക്കെ വെച്ച് ആഡ് ചെയ്താൽ പോരെ? അതിനുശേഷം നമുക്ക് ആ കണ്ടിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് അതും കൂടെ ആഡ് ചെയ്യാം. അതായത് നമുക്ക് ഈ കാരണം ഇത് ഓപ്പൺ ആണ്, കണ്ടോ നിങ്ങൾ, ഫുള്ളായിട്ട് ഓപ്പൺ ആണ്. ഒരു വീട്ടിനുള്ളിൽ ഒരാൾ കയറിയാൽ തന്നെ മൊത്തം ഏരിയ കാണും. ഈ പാഷൻ കയറി വരുമ്പോൾ തന്നെ പാഷനാണ് കാണാം. ആ ചെടി പൂന്തോട്ടം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാഷൻ ഭാഗമൊക്കെയാണ്. അപ്പോൾ അത് മൊത്തത്തിലൊരു വൈബ്, മൊത്തത്തിലൊരു ഉള്ളിൽ കയറി ലിവിംഗ് റൂം ഇരുന്നാൽ തന്നെ 2 റൂം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും കാണും. അതും കൂടി ഒരു ഇതുണ്ട്. അപ്പോൾ ഈ കോണിസ്റ്റെപ്പ് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ, കാരണം ആ ഭാഗം കൂടി ഉള്ളിലോട്ടായില്ലേ, അപ്പോൾ അവിടെ കൊടുക്കുന്ന മതിൽ ഇങ്ങനെ നീട്ടിയിടുന്ന മതിൽ വാതിൽ തുറന്നാൽ ഇപ്പൊ ഡബിൾ ഡോർ വാതിലാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ് നമ്മൾ ഉദ്ദേശിച്ചത്, മെയിൻ ഡോർ. അപ്പോൾ അതിൽ മെയിൻ ഡോർ ചെറുത് തുറക്കുമ്പോൾ ഈ നമ്മൾ ഇരിക്കുന്ന ഭാഗം കണ്ടോ, നമ്മൾ ഇരിക്കാൻ വേണ്ടി 2 ചെയർ ഇട്ടുന്നുണ്ടോ? അത്ര അല്ലല്ല, ഇത് ലിവിംഗ് റൂമിലേക്ക് വരുന്ന ഫസ്റ്റ് കയറി വരുന്ന ഭാഗം കണ്ടോ? അവിടെ കയറി ഉള്ളിലോട്ട് കയറുമ്പോൾ ആ ചെറിയ വാതിൽ ഈ സൈഡും വലിയ വാതിൽ ആ ടിവിന്റെ സൈഡുക്കാണ് വേണ്ടത്. ഇവിടെ നമ്മൾ ലിവിംഗ് സ്പേസിൽ ആൾക്കാർ ഇരിക്കുന്നു അല്ലേ? അല്ല, ഈ ടി വി യൂണിറ്റിനോട് കൊടുക്കാൻ പറ്റില്ലല്ലോ, കാരണം അപ്പുറത്തേക്ക് കോണിന്റെ സ്റ്റെപ്പ് അപ്പുറത്തേക്ക് പോകൂലേ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ ടി വി യൂണിറ്റ് നമുക്ക് ഏത് പൊസിഷനിലാണ് വെക്കുക? അപ്പൊ ടി വി യൂണിറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ, കുഴപ്പമില്ല. അതായത് കോണി സ്റ്റെപ്പിന് നേരെ ആ കോണി സ്റ്റെപ്പ് കൊടുത്താൽ മതി. അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം. അതിനെന്തെങ്കിലും ഒരു നല്ല ഒരു ബോറാവാത്ത രൂപത്തില് ഒന്ന് ചെയ്താൽ മതി. നമുക്ക് ഫസ്റ്റ് ഒരു ഫർണിച്ചർ സെറ്റ് ചെയ്തിട്ട് ഒരു മീറ്റിംഗ് കൂടെ ഇന്ന് ഒരു 3 മണിക്ക് ഒരു നെക്സ്റ്റ് മീറ്റിംഗ് ഫർണിച്ചർ സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ ലേഔട്ട് കാണിച്ചു തരാം, അതായത് സ്ട്രക്ചർ കാണിച്ചു തരാം. ഫർണിച്ചർ എല്ലാം ഉൾപ്പെടുത്തി ഒരു സ്ട്രക്ചർ ഇപ്പൊ കാണിച്ച് ഒരു 3 മണിക്ക്, കൃത്യം 3 മണിക്ക് നമുക്ക് ഒരു മീറ്റിംഗ് വെക്കാം. അപ്പൊ ഇതിന്റെ ഫുൾ സ്ട്രക്ചർ ആയി കാണും. എന്നിട്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വെച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. നിങ്ങളൊരു ഇതില് ഇത് എങ്ങനെയുണ്ട് പ്ലാൻ? ഇപ്പൊ ഞാൻ തറ ഇട്ട് കഴിഞ്ഞു, ഓക്കെ, തറ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഈ അളവിലാണ് ഇപ്പൊ തറ ഇട്ടിരിക്കുന്നത്. ഇതിലിപ്പോ നമുക്ക് മാറ്റാനുള്ളത് എന്താണ്? കോൺസ്റ്റെപ്പ് മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ളൂ. പിന്നെ അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചത് ഈ റൂം നിങ്ങളൊന്ന് അടിക്കണം വരുമോ? ഫസ്റ്റ് ഫ്ലോർ നിലം അല്ല ഈ അവിടെ ഒരു ബേബി വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോ ഇന്നലെ ഇത് കണ്ടത്, അതെ ഇതിലല്ല, മറ്റേ ഫ്ലോറില് ആ ലിവിംഗ് റൂം കണ്ടോ നിങ്ങള്? ലിവിംഗ് റൂം ഇപ്പൊ 3 മീറ്ററാണ് ഉള്ളത്. അപ്പൊ ഈ ലിവിംഗ് റൂമിന് ഈ ജനൽ നിൽക്കുന്ന ഭാഗം കണ്ടോ, വലിയ ജനൽ നിൽക്കുന്ന ആ പോർഷൻ, മനസ്സിലായല്ലോ അല്ലെ? അവിടെ ബേബി വിൻഡോ പോലെ ചെയ്തിട്ട് അതിൽ സീറ്റിംഗ് ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ബേബിന്റെ ചെയ്തിട്ട് സീറ്റിംഗ് ആക്കാൻ. അതായത് ഈ രണ്ട് സീറ്റിംഗ് അവിടെ തന്നെ നിന്നോട്ടെ, കുഴപ്പമില്ല. ഈ 3 ഉണ്ടല്ലോ വലിയ ജനലിന്റെ 3 പൊളി, അത് ബേബി വിൻഡോ പോലെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ കുറച്ച് സൗകര്യം കിട്ടും, സ്ക്വയർ ഫീറ്റും കൂടൂല ആ ലെവലില്. നമുക്കത് സ്ട്രക്ചർ ആകുമ്പോഴേക്കും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് നോക്കാം. സ്ട്രക്ചർ ചെയ്യുമ്പോഴേക്കും അങ്ങനെ തന്നെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അത് മനസ്സിലായില്ലേ? ബേബി വിൻഡോന്റെ ഫോട്ടോ ഉണ്ടല്ലോ. ഫോട്ടോ നമുക്ക് നമ്മുടെ കയ്യിൽ ബേബിന്റെ ഉണ്ട്. ഒരു നോർമൽ ബേബിന്റെ വെച്ച് ഞാൻ കാണിച്ചു തരാം. അതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റാം. നിങ്ങളൊന്ന് കുഴപ്പമില്ലേ ഒരു ഹെവി ബഡ്ജറ്റ് പോലും. കാരണം ഞാനിപ്പോ നിലവിൽ ഞാനിപ്പോ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ നമ്മളിത് ഇങ്ങനെ തുടക്കം വെച്ചിട്ട് ഇതന്നെ ഇപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് ഞാൻ വരച്ചുണ്ടാക്കിയതാണ്. ഞാൻ സ്വിമ്മിംഗ് ബിൽഡറാണ്, സ്വിമ്മിംഗ് പൂളൊക്കെ സ്വിമ്മിംഗ് കോച്ചാണ്. അപ്പൊ ഞാൻ പല സ്ഥലത്ത് പല വീട്ടിൽ പോയി ഇങ്ങനെ കണ്ട് അതിന്റെ ഒരു ഡിസൈൻ എടുത്തുണ്ടാക്കിയതാണ്. ഇതിൽ നിങ്ങൾ കാഴ്ച വേസ്റ്റേജ് വരുന്നുണ്ടോ ഈ ഏരിയയില്? വേസ്റ്റേജ് നമുക്ക് കൂടുതലായിട്ട് പറയാം. സ്ട്രക്ചർ ചെയ്ത ശേഷമാണ് നമുക്ക് ഫുള്ള് കാണുമ്പോഴായിരിക്കും വേസ്റ്റേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പറ്റുക. സ്ട്രക്ചർ നമുക്ക് ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ എത്രയും പെട്ടെന്ന് 3 മണിക്ക് സ്ട്രക്ചർ ഫർണിച്ചേഴ്സ് ഉൾപ്പെടെ കാണിച്ചു തരാം. അപ്പോഴാണ് നമ്മുടെ ബേബിന്റെ വേസ്റ്റേജിന്റെ എല്ലാം നമുക്ക് അറിയാൻ പറ്റുക. അപ്പൊ 3 മണിക്ക് ഒന്ന് റെഡി ആവണേ. ശരി നിങ്ങളൊന്ന് വിളിച്ചേക്കണം കേട്ടോ, മിസ് കോൾ അടിച്ചേക്കണേ. ശരി.